പഞ്ചായത്ത് തല തദ്ദേശ സ്വയംഭരണ സ്ഥല ഡിസാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ കൊടകരയുടെ അനുഭവങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ നമുക്ക് ഈ പഴയ കെട്ടിടങ്ങളിലൊക്കെ താമസിക്കുന്നവർ അവരവർ തന്നെ അവരവരുടെ ഒരു സുരക്ഷിതത്വം ബോധ്യപ്പെട്ട് എവിടേക്ക് മാറണമെങ്കിലും, ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കേരളത്തിലെ വിവിധ ജില്ലകളിലായി 5929 ക്യാമ്പ് സൈറ്റുകൾ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. 5929 ക്യാമ്പ് സൈറ്റുകൾ ഏതു മിനിറ്റിലും ക്യാമ്പ് ആരംഭിക്കണമെങ്കിൽ തയ്യാറാക്കാവുന്ന വിധത്തിൽ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും വിധത്തിൽ ഒരു സംശയം ഉണ്ടായാൽ റവന്യൂ ഉദ്യോഗസ്ഥന്മാരുടെയും മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെയും നിർദ്ദേശങ്ങളുടെ ഭാഗമായി തൽക്കാലമൊന്ന് മാറി നിൽക്കേണ്ടി വന്നാൽ മാറി നിൽക്കേണ്ടത് ഒരു കരുതലിനാണ്. പേടിക്കേണ്ട പ്രശ്നമില്ല. ആ കരുതൽ എടുക്കാൻ അവർക്ക് അവകാശമുണ്ട്. 29 കഴിഞ്ഞാൽ പിന്നെ 2-ാം തീയതി വരെ നമുക്കൊരു നല്ല തോർച്ച കാണാനുണ്ട്. മലയാളിയുടെ ഭാഷയിൽ പറഞ്ഞാൽ നല്ല തോർച്ച കാണാനുണ്ട്. ആ സമയത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള മെയിൻ്റനൻസും മറ്റു കാര്യങ്ങളും ഒക്കെ നടത്താം. ഇപ്പോൾ നമ്മൾ റവന്യൂ ജീവനക്കാരുൾപ്പെടെയുള്ള മുഴുവൻ ഉദ്യോഗസ്ഥന്മാരോടും ഒരു കാരണവശാലും ലീവ് പോലും എടുക്കാതെ എവിടെയാണോ അവരുടെ അധികാര പരിധി അവിടെ തന്നെ തങ്ങാനുള്ള പ്രത്യേകമായിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്.